സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ നന്ദനൊന്നും സംഭവിച്ചിട്ടില്ല. നന്ദൻ ഈ സിദ്ധാർത്ഥൻ്റെയും ഹരിസാറിൻ്റെയും കസ്റ്റഡി തന്നെ ഉണ്ടെന്ന് പ്രഭാവതിയൊക്കെ അറിയുന്ന എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും ദേവികനെ കൊണ്ട് മുരളി വന്നതും മുരളി ദേവികയോട് പറയുന്നുണ്ട്, ദേവിക എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, അതൊക്കെ നാളെ ആവാം മുരളിയേട്ട, ഇനിയിപ്പോൾ എന്തായാലും സമയമില്ല, മുരളിയേട്ടൻ പോവാൻ നോക്കുന്നു പറഞ്ഞ് ദേവിക കാറിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ ദേവിക അകത്തേക്ക് എന്നതും ഈ ശാരിക വന്നിട്ട് എന്തായി ചേച്ചി ചന്ദ്രോത്ത് പോയിട്ട് അവിടെ എങ്ങനെയുണ്ട് കാര്യങ്ങളെന്ന് ചോദിക്കുമ്പം ഒന്നും പറയണ്ട ശാരി, നന്ദുവിനെ കുറിച്ച് ഒരു വിവരവും ഇല്ല, എന്നാലും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്, എത്രയും പെട്ടെന്ന് നന്ദുവിനെ കണ്ടെത്തും, അതിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഇന്ന് വീട്ടിൽ ഹരിയങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, ഹരിയങ്ങൾ അമ്മയായിട്ട് സംസാരിച്ചു, എന്നിട്ട് പ്രഫയാൻറ്റി എന്ത് പറയണമെന്ന് ചോദിക്കുമ്പം അമ്മ ഭയങ്കര സങ്കടത്തിലായിരുന്നല്ലോ, ഹരിയങ്ങൾ വന്ന് സംസാരിച്ചതും അമ്മയുടെ കരച്ചിലിനൊക്കെ ഒരു ശമനം വന്നിട്ടുണ്ട്. ഈ നന്ദേട്ടനെ ആരെങ്കിലും തട്ടിക്കൊണ്ടു ഇതാണെന്ന് ചോദിക്കുമ്പം അതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് അറിയില്ല ശാരി, എന്തായാലും പോലീസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ, എത്രയും പെട്ടെന്ന് നമുക്കൊരു റിസൾട്ട് കിട്ടുമെന്ന് തന്നെയാണ് വിചാരിക്കണേന്ന്. ഈ സമയത്ത് നമ്മളുടെ മുരളിയാണെങ്കിൽ കാറിൽ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ട് വേഗം തന്നെ കാറിൻ്റെ കീ ഊരിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് ഈ ദേവികയും ശാരികയും സംസാരിച്ച് നിൽക്കുന്ന സ്ഥലത്തേക്ക് മുരളി വരുമ്പം ദേവിക മുരളീനെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മുരളിയേട്ടാന്ന് ചോദിക്കുമ്പം അത് ദേവിക ഞാൻ ഈ താക്കോല് തരാൻ വേണ്ടി വന്നതാന്ന് പറയണം. അന്നേരം ദേവിക ചോദിക്കുന്നുണ്ട്, താക്കോല് തരാനോ, അതെന്തിനാ മുരളിയേട്ടൻ എനിക്ക് താക്കോല് തന്നെ, സാധാരണ മുരളിയേട്ടൻ കൈപ്പിടിച്ച് കൊണ്ടുപോവാറല്ലേ പതിവ്, പിറ്റേ ദിവസം വണ്ടി എടുക്കാൻ വരാനുള്ളതല്ലേ എന്ന് ചോദിക്കുമ്പോൾ മുരളി പറയുന്നുണ്ട്, അതിന് ഞാൻ വണ്ടി എടുക്കാൻ വരുന്ന ദിവസങ്ങളിലല്ലേ താക്കോല് കൊണ്ടുപോകുന്നത്, നാളെ ഞാൻ വണ്ടി എടുക്കാൻ വരുന്നില്ല, അതുകൊണ്ടാണ് ഈ താക്കോല് ഏൽപ്പിക്കണേന്ന് പറയുന്നത്. അന്നേരം ദേവികയാണെങ്കിൽ താക്കോല് മേടിക്കാതെ നിൽക്കുമ്പോൾ മുരളി പറയുന്നുണ്ട് ദേവിക ഈ താക്കോല് വാങ്ങുന്നത്. അങ്ങനെ നിർബന്ധിക്കുമ്പം ദേവിക താക്കോല് വാങ്ങിയിട്ട് ചോദിക്കുന്നുണ്ട്, അതെന്താ മുരളിയേട്ടൻ നാളെ തൊട്ട് വന്നില്ലാത്തതെന്ന് ചോദിക്കുമ്പം കാര്യം എനിക്കിതൊരു ജോലിയാണ്, നിങ്ങൾ ശമ്പളവും തരുന്നുണ്ട്, പക്ഷേ ജോലിയാണെങ്കിലും അതിലൊരു സന്തോഷം വേണ്ടേ, എനിക്ക് എന്താണാവോ ദേവികയുടെ ഇപ്പോഴത്തെ പെരുമാറ്റമൊന്നും അത്രയ്ക്കും കൂടെ ഉൾക്കൊള്ളാൻ പറ്റണില്ല, ദേവിക ഒരുപാട് മാറിപ്പോയി. ആ സമയത്ത് ദേവിക ചോദിക്കുന്നുണ്ട്, മുരളിയേട്ടൻ എന്തൊക്കെയാണ് ഈ പറയണത്. ആ നേരത്തെ ശാരികയും പറയുന്നുണ്ട്, ചേച്ചിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ മുരളിയേട്ടനെ അറിയില്ലേ, എന്നിട്ട് മുരളിയേട്ടൻ എന്താ ഇങ്ങനെ പെരുമാറുന്നത്, ചേച്ചി ഇപ്പോൾ ഭയങ്കര പ്രശ്നത്തിലൂടെയല്ലേ മുരളിയേട്ട പോയിക്കൊണ്ടിരിക്കണേ, എന്നിട്ട് മുരളിയേട്ടനും ഈ സമയത്ത് ചേച്ചിയെ കൈവിടുവാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കൈവിട്ടതല്ലല്ലോ, ഞാൻ എന്ത് സഹായത്തിനും ദേവികയ്ക്കൊപ്പം ഉണ്ടാവും, എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ദേവിക വിളിച്ചാൽ മതി, ഞാൻ ഓടി എത്തിക്കോളാം, പക്ഷേ ഇനി മുതൽ ദേവികയുടെ ഡ്രൈവറായിട്ട് പോകാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അത് കേട്ടതും ദേവിക പറയുന്നുണ്ട്, മുരളിയേട്ടൻ എന്നോട് കുറച്ച് സമയം മുമ്പ് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ സംസാരിക്കാതെ പോകുന്നത് കൊണ്ടായിരുന്നോ മുരളിയേട്ടൻ എന്നോട് ഇത്ര ദേഷ്യം എന്ന് ചോദിക്കുമ്പോൾ പറയും, അതൊന്നും അല്ല, ഇന്ന് പ്രഫയാൻറ്റി വീട്ടിൽ വന്നിരുന്നു, പ്രഫയാൻറ്റിക്ക് ഒരുപാട് സങ്കടമുണ്ട് നന്ദൻ്റെ കാര്യത്തിൽ, നിങ്ങൾക്ക് ആർക്കും ആ ഒരു സങ്കടം ഞാൻ കാണുന്നില്ല, ഗിരീഷേട്ടനെ വിളിച്ച് ചോദിച്ചപ്പോഴും ഗിരീഷേട്ടനും അത്ര വലിയ സങ്കടമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല, നന്ദനെ കാണാതായതിൽ ചന്ദ്രോത്ത് സങ്കടമുള്ളത് ആകെ പ്രഫയാൻറ്റിക്കും രജനിക്കും മാത്രമാണ്. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, ഇന്ന് ഹരിയങ്ങൾ വീട്ടിൽ വന്നിരുന്നു മുരളിയേട്ട, എന്നിട്ട് അമ്മയുമായിട്ട് സംസാരിച്ച് അമ്മയെ സമാധാനിപ്പിച്ചിട്ട് തന്നെ ഹരിയങ്ങൾ പോയേക്കണേ, 1-2 ദിവസത്തിനുള്ളിൽ എല്ലാ പ്രശ്നങ്ങളും തീരും, അതുവരെ മുരളിയേട്ടൻ എൻ്റെ അടുത്തുനിന്ന് പോകരുത്, മുരളിയേട്ടൻ തന്നെ എൻ്റെ കൂടെ വേണമെന്ന്. ആ സമയത്ത് മുരളി പറയുന്നുണ്ട്, 2 ദിവസം കൊണ്ട് പ്രശ്നങ്ങൾ തീരുന്നു ദേവികയ്ക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടോയെന്ന് ചോദിക്കുമ്പം ഉവ്വ മുരളിയേട്ട, എനിക്ക് നല്ല വിശ്വാസമുണ്ട്, 2 ദിവസം കൊണ്ട് തന്നെ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും തീരും, നന്ദു തിരികെ വരുമെന്ന് പറയുമ്പം ഈ മുരളി ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നന്ദനെ എവിടെയാണെന്ന് ദേവികയ്ക്ക് അറിയുമെന്ന്. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, ഞാൻ മുരളിയേട്ടനോട് പറഞ്ഞില്ലേ 2 ദിവസം കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന്, അതുവരെയും മുരളിയേട്ടനൊന്ന് വെയിറ്റ് ചെയ്തുകൂടെയെന്ന്. ആ സമയത്ത് മുരളി അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ താക്കോല് ദേവികയെ ഏൽപ്പിക്കണില്ല എന്ന് പറഞ്ഞ് താക്കോല് തിരികെ വാങ്ങി പോകാനായിട്ട് മുൻവശത്തേക്ക് പോണ സമയത്ത് പുറകെ വന്നിട്ട് ശാരിക പറയുന്നുണ്ട്, മുരളിയേട്ട എന്നാലും മുരളിയേട്ടനിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ, എൻ്റെ ചേച്ചിയെ മുരളിയേട്ടൻ സംശയിച്ചില്ലേ, നന്ദേട്ടൻ എൻ്റെ ചേച്ചിയോട് ഇത്രയൊക്കെ ദ്രോഹം ചെയ്തിട്ടും ഇപ്പോഴും ചേച്ചി നന്ദേട്ടനെ രക്ഷപ്പെടുത്താനാണ് നടക്കണേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കെവിനാണെങ്കിൽ ചന്ദ്രോത്തേക്ക് വരാണ്, ഇസബല്ലയുടെയും അരുന്ധതിയുടെയും ഋഷിയുടെയും പ്ലാൻ അനുസരിച്ചാണ് ഈ കെവിൻ ചന്ദ്രോത്തേക്ക് വരുന്നത്. കെവിൻ്റെ വരവിൻ്റെ ലക്ഷ്യം വേറൊന്നുമല്ല, ഈ നന്ദൻ ഈ ചന്ദ്രോത്തുള്ളവരുടെ കസ്റ്റഡിയിൽ തന്നെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കെവിൻ വരുന്നത്. അങ്ങനെ കെവിൻ വന്ന് കോളിംഗ് ബെല്ല് അടിച്ചതും പ്രഭാവതി വന്ന് ഡോറ് തുറക്കുന്നുണ്ട്. പിന്നെ കണ്ടതും പ്രഭാവതി ചോദിക്കുന്നുണ്ട്, ആ കെവിനോ, എന്താ കെവിൻ എന്ന് ചോദിക്കുമ്പം അത് ആൻറ്റി, എനിക്ക് ആൻറ്റിയോടൊരു കാര്യം പറയാനുണ്ട്, ഞാനത് പറയാൻ വേണ്ടിയിട്ട് വന്നതാ. എന്ത് കാര്യമാണ് കെവിൻ, നന്ദനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോയെന്ന് ചോദിക്കുമ്പം ഞാൻ ആൻറ്റിയോട് അത് ചോദിക്കാനാണ് വന്നേ, നന്ദനെക്കുറിച്ച് ആൻറ്റിക്ക് എന്തെങ്കിലും വിവരം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ഒരു വിവരമില്ല, ഇവിടെ ആരും അന്വേഷണത്തിന് വലിയ താല്പര്യമൊന്നും കാണിക്കണില്ല, അന്ന് ആ DYSP ഇവിടെ വന്നിട്ട് പോയി എന്നല്ലാതെ പിന്നീട് അതിനെക്കുറിച്ച് അന്വേഷിച്ചും കൂടി വന്നിട്ട് പോലുമില്ല, എന്തായാലും
ഒരു MLA ഭർത്താവിനെ കാണാതായിട്ട് പോലും പോലീസ് അന്വേഷണത്തിൽ പുറകോട്ട് നിൽക്കുക. എനിക്കതൊന്നും കണ്ടിട്ടൊന്നും മനസ്സിലാവണില്ല. എന്തായാലും എൻ്റെ മോനെ ഒരു ആപത്തും കൂടാതെ എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ ഈ കെവിൻ ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ നന്ദൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കാണോ, നന്ദനെ ആരെങ്കിലും അപായപ്പെടുത്തി കാണുമോ എന്ന് ചോദിക്കുമ്പം ഈ പ്രഭാവതി ആണെങ്കിൽ ഭയങ്കര പേടിയോടുകൂടി കെവിനോട് ചോദിക്കുന്നുണ്ട്, എന്താ കെവിൻ നീ പറഞ്ഞ നന്ദനെ ആരെങ്കിലും അപകടപ്പെടുത്തി കാണുമെന്നോ? ഇല്ല കെവിൻ, അങ്ങനെയൊന്നും സംഭവിക്കില്ല, എൻ്റെ മോനക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ കെവിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്ന് ഭയങ്കരമായിട്ട് കരയുമ്പം കെവിന് മനസ്സിലാവുന്നുണ്ട് ഈ പ്രഭാവതിയുടെ അറിവോടുകൂടി നന്ദൻ എവിടെയും നിൽക്കണില്ല, ഈ നന്ദൻ എവിടെയാണെന്ന് പ്രഭാവതിക്ക് അറിയോ ഇല്ല എന്ന്. ആ സമയത്ത് കെവിൻ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്, അല്ല പ്രഭാൻറ്റി, ഞാനൊരു സംശയം പറഞ്ഞതാ, അതിൽ ഉറപ്പൊന്നുമില്ല, നന്ദനെക്കുറിച്ച് ഇതുവരെയും ഒരറിവുമില്ലാത്തത് കൊണ്ട് എനിക്കങ്ങനെ ഒരു സംശയം തോന്നി, അത് ഞാൻ ആൻറ്റീനോട് പറഞ്ഞതേ ഉള്ളൂ, ആൻറ്റി പേടിക്കാനൊന്നുമില്ല, നന്ദൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരുമായിരിക്കും എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ രജനീനെയാണ്. രജനിയാണെങ്കിൽ ഇങ്ങനെ ആകെ സങ്കടത്തിലിരിക്കുമ്പോൾ ഗിരീഷൻ അടുത്തേക്ക് വരുന്നുണ്ട്. ഗിരീഷൻ വന്നിട്ട് രജനിയോട് ചോദിക്കുന്നുണ്ട്, നീ ഇന്ന് ചന്ദ്രോത്ത് ചെന്നിട്ട് ദേവികയോട് എത്ര മോശമായിട്ടാണ് പെരുമാറിയെന്ന് ചോദിക്കുമ്പോൾ ഗിരി അല്ലെങ്കിലും എപ്പോഴും അവളെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിക്കാറുള്ളൂ, എൻ്റെ അനിയനെയല്ലേ കാണാതായേക്കണേ, അല്ലാതെ ഗിരിയുടെ ആരെയല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ നീ എന്തൊക്കെയാണ് രജനി പറയണേ, നന്ദൻ എൻ്റെ ആരും അല്ല എന്നാണോ നീ പറയണേന്ന് ചോദിക്കുമ്പം ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, എൻ്റെ അത്ര വിഷമം ഗിരിക്കോ ദേവികയ്ക്കോ ഉണ്ടാവില്ലല്ലോ എന്ന് പറയുമ്പം ഗിരി പറയുന്നുണ്ട്, അതെന്താ നീ അങ്ങനെ പറയണേ, എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നിനക്ക് വിഷമം ഉണ്ടാവൂലേന്ന്. അത് കേട്ടതും രജനി പറയുന്നുണ്ട്, ആവശ്യമില്ലാതെ സംസാരിക്കല്ലേ ഗിരി, ഞാൻ നന്ദൻ്റെയും ദേവികയുടെയും കാര്യമാണ് പറഞ്ഞതെന്ന് പറയുമ്പം നമ്മളെപ്പോലെ തന്നെയല്ലേ അവരും, ദേവികയുടെ ഭർത്താവല്ലേ നന്ദൻ, അപ്പോൾ നന്ദൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ സങ്കടം ദേവികയ്ക്ക് ഇല്ലാണ്ടാവുമോ, എന്നിട്ടാണോ അവൾ ചിരിച്ച് കളിച്ച് പാർട്ടി പ്രവർത്തനമായിട്ട് നടക്കണേന്ന് ചോദിക്കുമ്പോൾ അതവൾക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ, അവൾ ഈ സ്ഥലത്തെ MLA അല്ലേ, അതുകൊണ്ട് നീ അതും പറഞ്ഞ് അവളെ കുറ്റപ്പെടുത്താനൊന്നും നിൽക്കണ്ടെന്ന്. ആ സമയത്ത് രജനി പറയുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ നന്ദനെ കാണാതായിട്ട് ഇത്ര ദിവസമായി, ഒരു MLA ഭർത്താവായിട്ട് പോലും നന്ദനെക്കുറിച്ച് ഇതുവരെയും ഒരു വിവരവും കിട്ടിയിട്ടില്ല, ഇനി എൻ്റെ പേടി എൻ്റെ അനിയന് എന്തെങ്കിലും സംഭവിച്ചു കാണുമെന്നാ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ദേവികയെ വെറുതെ വിടാൻ പോണില്ല. അന്നേരം ഗിരി ചോദിക്കുന്നുണ്ട്, നീ എന്ത് വർത്താനാ രജനി പറയണേ, അതിന് ദേവിക പറഞ്ഞിട്ടാണോ നന്ദൻ ഋഷിയെ കൊന്നത്, ദേവിക കാരനാണോ നന്ദനും ഋഷിയും തമ്മിൽ വഴക്കുണ്ടായത്, പിന്നെ എന്തിനാ നീ ദേവികയെ കുറ്റം പറയണമെന്ന്. ആ സമയത്ത് രജനി പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ നന്ദനെ കണ്ടിട്ടണം. ആ സമയം ഗിരിയാണെങ്കിൽ നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ട്. ഗിരി പോയി കഴിഞ്ഞതും ഗിരിയുടെ അമ്മ വന്നിട്ട് രജനിയോട് പറയുന്നുണ്ട്, മോളെ നീ ഏതു നേരവും ഇങ്ങനെ ദേവികയെ കുറ്റപ്പെടുത്തല്ലേ, അവളും നിന്നെപ്പോലെ ഒരു പെൺകുട്ടിയല്ലേ, ഭർത്താവിനെ കാണാനില്ലാത്തതിൻ്റെ വിഷമം അവൾക്കും കാണുമെന്ന് പറയുമ്പം ഞാൻ ഇന്നും കൂടി അവളെ കണ്ടതല്ലേ അമ്മേ, അവൾക്ക് അങ്ങനെ ഒരു വിഷമവുമില്ല, അവളുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം അവൾ നല്ല സന്തോഷത്തിൽ ചിരിച്ച് കളിച്ചാൽ നടക്കണേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതിയാണെങ്കിൽ ഇങ്ങനെ ആകെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ നന്ദൻ മരിച്ചോ എന്നുള്ളൊരു സംശയത്തിൽ. ആ സമയത്ത് സിദ്ധാർത്ഥൻ അങ്ങോട്ട് വരുന്നുണ്ട്. സിദ്ധാർത്ഥൻ വന്നതും പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി പ്രഭ, താനെന്തിനാ കരഞ്ഞുകൊണ്ടിരിക്കണേന്ന് ചോദിക്കുമ്പോൾ സിദ്ധു എന്താ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കണേ, എനിക്ക് കരയാനാണോ കാരണങ്ങളില്ലാത്ത, എൻ്റെ മോനെ കാണാതായിട്ട് എത്ര ദിവസമായി, അവനെക്കുറിച്ച് ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല, ഇന്നിവിടെ കെവിൻ വന്നിരുന്നു എന്ന്. ആ സമയത്ത് സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, അവനെന്തിനാ ഇങ്ങോട്ട് വന്നേ, അതൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാ, എന്ത് കാര്യം അവൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം നന്ദന് ഇനി എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടാവുമോ എന്ന് അവൻ എന്നോട് ചോദിച്ചു, ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമോ സിദ്ധു എന്ന് ചോദിക്കുമ്പം താൻ എന്തൊക്കെയാ പറയണേ, നന്ദന അങ്ങനെ ഒരാപത്തും സംഭവിച്ചിട്ടില്ല, തന്നോട് ഹരിയേട്ടൻ പറഞ്ഞില്ലേ 2 ദിവസത്തിനുള്ളിൽ എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരം ഹരിയേട്ടൻ തന്നെ കാണുമെന്ന്. പിന്നെ താൻ ഈ നിസാര കാര്യത്തിനൊക്കെ ഇങ്ങനെ ടെൻഷനാവണേ എന്തിനാന്ന് ചോദിക്കുമ്പം സിദ്ധു എന്താ പറഞ്ഞത്, നിസാര കാര്യമോ, അത് കെവിൻ വന്ന് എന്നോട് പറഞ്ഞത് നന്ദൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കാണും, ഇല്ലെങ്കിൽ നന്ദൻ തിരികെ വന്നേനേന്നാ, അത് നിസാര കാര്യമായിട്ടാണോ സിദ്ധു കാണുന്നത്, നന്ദൻ്റെ മരണം പോലും സിദ്ധുവിന് വിഷയമല്ലാണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ പ്രഭ താൻ ഉദ്ദേശിക്കണ പോലെ ഒന്നുമില്ല, ഒരു പ്രശ്നവുമില്ല, നന്ദൻ സുരക്ഷിതനായിട്ടുണ്ടെന്ന് പറയുമ്പം അതെങ്ങനെ സിദ്ധുവിനെ അറിയാമെന്ന് പ്രഭാവതി ചോദിച്ചതും സിദ്ധാർത്ഥനാണെങ്കിൽ മറുപടി ഒന്നും പറയാതെ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രഭാവതിയാണെങ്കിൽ വീണ്ടും കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എനിക്ക് വല്ലാണ്ട് പേടിയാവുന്നുണ്ട് സിദ്ധു, ഇനി നന്ദൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കാണുമോ, ശത്രുക്കൾ പ്രബലരായതുകൊണ്ട് ആ അരുന്ധതി അടങ്ങിയിരിക്കുമെന്നൊന്നും എനിക്ക് തോന്നണില്ല, ഇനിയിപ്പോൾ അരുന്ധതിയുടെ ആളുകളായിരിക്കുമോ നന്ദനെ ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോയെന്ന് ചോദിക്കുമ്പം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, നന്ദൻ ഒരു കുഴപ്പമില്ലാതെ 2 ദിവസത്തിനുള്ളിൽ ഇവിടെ തിരിച്ചേൽപ്പിക്കാമെന്ന് ഹരിയേട്ടൻ പറഞ്ഞിട്ടില്ലേ, പിന്നെയും താൻ ഇങ്ങനെ തന്നെ ചോദിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ എന്ത് പറയാനാണ്. ആ സമയത്ത് പ്രഭാവതിക്കാണെങ്കിൽ ഈ സിദ്ധാർത്ഥൻ പറയണത് എന്താ ഇങ്ങനെയെന്നൊക്കെ ആലോചിച്ച് ആകെ കൺഫ്യൂഷനിൽ നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ദേവികേനെയാണ്. ദേവികയും ശാരികയും ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പം ദേവികയുടെ ഫോണിലോട്ട് സിദ്ധാർത്ഥൻ വിളിക്കുന്നുണ്ട്. സിദ്ധാർത്ഥൻ വിളിച്ച് ദേവിക ഫോൺ എടുത്തതും സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, കെവിൻ വന്ന കാര്യവും നന്ദൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കാണുമെന്ന് കെവിൻ പറഞ്ഞു എന്നും പറഞ്ഞ് പ്രഭാവതി അവിടെ കിടന്ന് ഭയങ്കര കരച്ചിലാന്നുള്ള കാര്യമൊക്കെയും സിദ്ധാർത്ഥൻ പറഞ്ഞതും ദേവിക പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് വരാം അച്ഛാ, എനിക്ക് 1-2 സ്ഥലത്തും കൂടി പോകാനുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എത്താമെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അതേ നേരം ശാരിക വന്നിട്ട് ചേച്ചി ഇതവിടെ പോവാന്ന് ചോദിക്കുമ്പം
പ്രശ്നങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുക. ചന്ദ്രോത്ത് കെവിൻ വന്ന് എന്തൊക്കെയോ അമ്മയോട് പറഞ്ഞിട്ട് അമ്മ ഭയങ്കര കരച്ചിലും പ്രശ്നം. എനിക്ക് എത്രയും പെട്ടെന്ന് 1-2 സ്ഥലത്ത് പോകണം, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണം, അതിനുശേഷം ചന്ദ്രോത്ത് എന്ന് അമ്മയെ സമാധാനിപ്പിക്കണം. അപ്പം ഞാൻ പോട്ടെ ശാരിയെന്നും പറഞ്ഞുകൊണ്ട് ഈ ദേവിക പോകുമ്പം ശാരിക ചോദിക്കുന്നുണ്ട്, ചേച്ചിയുടെ കൂടെ ഞാനും വരട്ടെ, ചേച്ചി ഇപ്പോൾ എങ്ങോട്ടാ പോണേന്ന് ചോദിക്കുമ്പം അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം, എന്തായാലും നീ പേടിക്കൊന്നും വേണ്ട, ഒരാപത്തും ഇല്ലാണ്ട് ഞാൻ തിരിച്ചു വരുമെന്ന് പറയുമ്പോൾ ശാരിക പറയുന്നുണ്ട്, ചേച്ചിയുടെ കാര്യത്തിൽ എനിക്ക് പേടിയൊന്നുമില്ല, ചേച്ചിക്ക് ചേച്ചിയെ സംരക്ഷിക്കാനറിയാം, പക്ഷേ നന്ദേട്ടൻ്റെ കാര്യത്തിൽ എനിക്ക് ടെൻഷൻ എന്ന് പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട്, നന്ദുവിൻ്റെ കാര്യത്തിൽ നീ ടെൻഷനാവൊന്നും വേണ്ട, നന്ദുവിന് ഒരു കുഴപ്പവും പറ്റില്ല, 2 ദിവസത്തിനുള്ളിൽ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും തീരുമെന്ന്. അങ്ങനെ ദേവിക കാറിൽ കയറി പോകുന്നുണ്ട്. ഈ സമയത്ത് മുരളി ചോദിക്കുന്നുണ്ട്, ദേവിക നമ്മളിപ്പോൾ എവിടെയാണ് പോണേന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകണം മുരളിയേട്ട, ഇപ്പം അത് പറയാൻ പറ്റില്ല, അവിടെ ചെന്ന് കഴിയുമ്പോൾ മുരളിയേട്ടനെല്ലാം മനസ്സിലാവുമെന്ന്. അങ്ങനെ ദേവികയും മുരളിയും കൂടി പോകുന്നത് നേരെ എസ്തപ്പാൻ്റെ അടുത്തേക്കാണ്. എസ്തപ്പാനെ കണ്ടതും ദേവിക എസ്തപ്പാനെ മാറ്റി നിർത്തി എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. മുരളി അതൊന്നും കേൾക്കണില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കെവിനാണെങ്കിൽ വീണ്ടും അരുന്ധതിയുടെ വീട്ടിലേക്ക് ചെല്ലാണ്. അരുന്ധതിയുടെ വീട്ടിൽ ചെന്നതും അരുന്ധതി ചോദിക്കുന്നുണ്ട്, കെവിൻ പോയ കാര്യം എന്തായി എന്ന് ചോദിക്കുമ്പം അതിനെക്കുറിച്ചൊന്നും പറയണ്ട മാഡം, അവിടെ പ്രഫാൻ്റെ ആണെങ്കിൽ ഭയങ്കര കരച്ചില, അവരുടെ അറിവോടുകൂടി നന്ദൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരങ്ങനെ കരയില്ലല്ലോ, നന്ദൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ച് കാണുമെന്ന് ഞാനൊന്നും അങ്ങ് പറഞ്ഞേ ഉള്ളൂ, അപ്പോഴേക്കും അവർ ഭയങ്കര കരച്ചിലും ബഹളവും തുടങ്ങിയെന്ന്. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, ഇനിയിപ്പം ഈ നാടകം ദേവിക ഒറ്റയ്ക്ക് കളിക്കണതാണെങ്കിലോ ദേവികയായിരിക്കും ഇനി നന്ദനെ മാറ്റി നിർത്തിയേക്കണേ, അത് പ്രഭാവതിക്ക് അറിയില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും പ്രഭാവതി അങ്ങനെ കിടന്ന് കരഞ്ഞ് ബഹളം വെക്കണേ. അതുമാത്രമല്ല, ഞാൻ അന്ന് അവിടെ ചെന്നപ്പോഴും പ്രഭാവതി നന്ദനെ കാണാത്ത സങ്കടത്തിൽ തന്നെയായിരുന്നു, അല്ലാതെ പ്രഭാവതിക്ക് വേറെ മാറ്റമൊന്നും എനിക്ക് തോന്നിയില്ലാണ്. ആ സമയത്ത് ഇസബല്ല പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഇത് ആ ദേവികയും ആ ഹരി ജഡ്ജും ചേർന്ന് നടത്തുന്ന നാടകമായിരിക്കും, ചിലപ്പോൾ സിദ്ധാർത്ഥൻ്റെ സപ്പോർട്ടും ഉണ്ടാവും എന്ന് പറയുമ്പം അരുന്ധതി പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ സംശയമുണ്ട്, എന്തായാലും ആ ജഡ്ജ് നിസ്സാരക്കാരനല്ല, അതുപോലെ തന്നെ സിദ്ധാർത്ഥനാണെങ്കിലും വർഷങ്ങളോളം ജനപ്രതിനിധി ആയിരുന്ന ആളാണ്, അയാൾക്ക് അറിയാം കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആൻറ്റി, നമുക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു ഊഹമില്ലല്ലോ എന്ന് പറയുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, ഞാൻ അതാ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞത്, എല്ലാം നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന്, അപ്പോഴല്ലേ നിങ്ങൾ പ്രതികാരമെന്നും പറഞ്ഞ് നടന്നത്, ഇപ്പം എന്തായി, ഇനി നമ്മളെങ്ങനെ ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുമെന്ന്. അത് കേട്ടതും ഇസബല്ലയും കെവിനും ഋഷിയൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.